ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ, വെൽക്കം ടു എൻചാൻറ്റഡ് റീഡർ മലയാളം. ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണുക, പക്ഷേ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഓക്കെ, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ എന്തൊക്കെ മെസ്സേജസ് ആണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതെന്ന്. ലെറ്റ്സ് സീ. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ, Five of cups, Queen of Cups, Three of Cups, full cups, The Lovers. ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഓക്കെ, ട്രസ്റ്റ് മീ. Ten of Pentacles, Justice. ഓക്കെ, പക്ഷേ എൻ്റെ പ്രീവിയസ് റീഡിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശരിക്കും കൺസിഡർ ചെയ്യുക ഞാൻ എന്താണോ അതിൽ പറഞ്ഞത് ആ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ആക്ഷൻ്റെ റിയാക്ഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ റിസൾട്ടാണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ആദ്യം. ദെൻ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ സംഭവിക്കും ലൈഫിൽ. ഓക്കെ, ഒരു റീയൂണിയൻ അവിടെ സംഭവിക്കും. ദ ലവേഴ്സ് കണ്ടോ, ശരിക്കും യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അത് മനസ്സിലാക്കുക. ശരിക്കും ഈ ഒരു കണക്ഷനിൽ ഒരു എക്സ്റ്റേണൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എനിക്കിതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസസ് ആണ് ഇത്തരം അവസ്ഥയ്ക്ക്, അതായത് എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് എനിക്ക് കാണുന്നത് ഫസ്റ്റ് കാർഡിൽ നിന്ന് തന്നെ. ഓക്കെ, അത് നിങ്ങളുടെ എൻറ്റയർ വേൾഡിനെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെ വളരെയധികം ഗ്ലൂമി ആയിട്ടാണ് എനിക്ക് ആക്ച്വലി കാണുന്നത് ഇവിടെ. വളരെ സാഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രീവിയസ് റീഡിലൊക്കെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെൻറ്റ്സിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഒന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്യണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയല്ല വേണ്ടത്. റീയൂണിയൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക, അതൊക്കെയല്ല വേണ്ടത് നമ്മുടെ ലൈഫിൽ. അതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി, ഇല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട്, അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. കാരണം ഇവിടെ എനിക്ക് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നമ്മൾക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസിൻ്റെയും കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ശരിക്കും തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ആ ആക്ഷൻസ്, അതായത് ആ പ്രവൃത്തി കർമ്മം ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ
മീറ്റ് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ളതൊക്കെ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കട്ടെ, നടക്കുന്നതൊക്കെ ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഞാൻ ഒന്നിനും അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നില്ല. എന്താണോ അവിടെ നിന്ന് തരുന്നത് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഡിഫിക്കൽട്ടായിട്ടുള്ളത് ഇല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ളതാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിൽ അത് എൻ്റെ കർമ്മഫലമാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു ചേഞ്ച് തന്നെ സംഭവിക്കുന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടും. ഓക്കെ, അപ്പം ശരിക്കും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കാണുന്നുണ്ട്, പക്ഷേ ആ ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ആ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സേഫ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ആ ഫ്ലോയ്ക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊരു ലെസണായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് ഇല്ലാതായിട്ട് കാര്യമില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്തോളൂ. ഓക്കെ, കാരണം യൂണിവേഴ്സാണ് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്, അവർക്കും അങ്ങോട്ടും. ഓക്കെ, ഇതൊരു കൊടുക്കൽ വാങ്ങലാണ് ആക്ച്വലി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾ സാധാരണ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ലെറ്റ്സ് സീ. ഓക്കെ, 5 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ്സ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം ഈ പേഴ്സണുമായിട്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതിൻ്റെ ഇത് തന്നെയാണ്. നിങ്ങളെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, അവരെ ചിലപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യുക, അതൊക്കെ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഡിസ്പ്യൂട്ട് ടൈറ്റ് ആവാനുള്ള റീസൺ കൂടിയാണ്. അതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ലെറ്റ്സ് സീ. ഇവിടെ എനിക്ക് 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അക്സെപ്റ്റൻസ്, അത് തന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് സിറ്റുവേഷൻ ഏത് തരത്തിലാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സറണ്ടർ ടു ദ യൂണിവേഴ്സ്. ഓക്കെ, ഒന്നിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്യണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഭയങ്കര ഹാർഡായിട്ട് വരും, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരും, കോൺഫ്ലിക്ട്സ് കൂടും, മെൻ്റലി ആൻഡ് ഫിസിക്കലി അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. സോ എന്താണോ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ലെറ്റ്സ് സീ. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, ബട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അല്ലേ? സത്യമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഒരു ലാക്ക് ഓഫ് ഡയറക്ഷൻ ഉണ്ട് കേട്ടോ, മനസ്സിലായോ? അപ്പോൾ
നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. ഇവിടെ കിങ് ഓഫ് സ്വാർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കോൾഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, ആ പേഴ്സൺ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അവർ നിങ്ങളെ തീരെ ഓണസ്റ്റായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ള ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ഡിസോണസ്റ്റി എനിക്കിവിടെ കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. ജഡ്ജ്മെൻറ്റ്, ഒരു സെൽഫ് എഡ്യൂക്കേഷൻ്റെ സമയം ആണ് ഇതിപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ട സമയമാണിത്. ഓക്കെ, ശരിക്കും അവേക്കൻ ആവാനുള്ള സമയമായിട്ടുണ്ട്. മനസ്സിലായോ? ടെമ്പറൻസ്, ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പേഷ്യൻസ് ശരിക്കും അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത്. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാണ്ടേ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺട്രോളൊക്കെ പോവും. ഒരു പേഷ്യൻസ് ഇല്ലാത്ത സിറ്റുവേഷനിലേക്കൊക്കെ പോവും. ഭയങ്കര ദേഷ്യവും ഭയങ്കര എന്താ പറയുക, മതി ആയി എന്നുള്ള തോന്നലൊക്കെ വരാം. ഓക്കെ, നമ്മുടെ ലൈഫ് നമ്മുടേതാണ് അല്ലേ? ആരൊക്കെ നമ്മളെന്തൊക്കെ ചെയ്താലും കാമായിട്ടിരിക്കാം കേട്ടോ. എനിക്കതാണ് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ അയ്യോ എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് കരുതിയിട്ട് ഏത് സമയവും മൈൻഡിനെ അങ്ങോട്ടേക്ക് സ്ക്വീസ് ചെയ്യണ്ട. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമാണ്, ഇഷ്ടം പോലെ യോഗ ക്ലാസ് അതുപോലുള്ള, അല്ലെങ്കിൽ ഫിറ്റ്നസ് ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അവർ അടുത്തില്ലാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സ്ഥിതിക്ക് കുറച്ചും കൂടെ അവർ കഴിഞ്ഞാൽ പിന്നെ ആരെ കൂടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിന് ആശ്വാസം കിട്ടുന്നത്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ട്സൈഡ് ഇറങ്ങിയിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇടയ്ക്കൊന്ന് ടെമ്പിളിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് പ്ലേസിൽ പോവുക. അങ്ങനെ മൈൻഡിനെ റിലാക്സ് ആൻഡ് കാമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരിക്കും നിങ്ങളെ തന്നെ ടേക്ക് കെയർ ഓഫ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻസ് ആൻഡ് തോട്ട്സ് അതൊക്കെയാണ് ഞാൻ ഇനി നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് വന്നിരിക്കുന്നത് ദ ടവർ ആണ്. ഓക്കെ, ശരിക്കും ഒരു ഡിസാസ്റ്റർ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സഡൻ ചേഞ്ച് ഈ പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും എന്താണെന്നുള്ളത്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, അറിയില്ല. ഓക്കെ, ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് കാണുന്നത്. ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള എനർജി ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. സി, 5 of Wands, കോൺഫ്ലിക്റ്റ്, ആർഗ്യുമെൻറ്റ്സ്, ഭയങ്കരമായിട്ട് ടെൻഷൻസ് തരിക, ഭയങ്കര ഈഗോ ക്ലാഷ് എനിക്കിവിടെ കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. എന്തിനപ്പോൾ ഇത്ര ഈഗോ വെച്ചിട്ടിരിക്കേണ്ട ആവശ്യം എന്താ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 3 കാർഡ്സ് നോക്കിയാൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ റെഡി അല്ലാത്തതുപോലെ. ടവർ കണ്ടോ? ഇത് വല്ലാത്തൊരു ട്രോമയാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ദ മൂൺ, എന്തൊക്കെയോ സീക്രട്സ് ഈ പേഴ്സൺ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാൻ മതിയാവും ചിലപ്പോൾ അതെന്താണെന്നുള്ളത്. മീൻസ് അതെന്താ സീക്രട്ട് എന്താണെന്നുള്ളതല്ല, അവർ
അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ ഒരു ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ടോ നിങ്ങളൊന്ന് നോക്കുക. ഓവറായിട്ട് ഇവർ മണി സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അങ്ങനെ എനിക്കിവിടെ കാണാനുണ്ട്. നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഇവർ ഫൈനാൻഷ്യൽ ഡീലിങ്സ് നടത്തിയിട്ടുണ്ടാവാം. ഒരു ഡൊമസ്റ്റിക് ഹാർമണിയുടെ ബേസിൽ നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കണ്ടിട്ട്. അതായത് ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ. ഓക്കെ, ഇതിപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ, പക്ഷേ എനിക്കങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ്. ഷുവർ, ഇത് തന്നെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്ത്? ഷെയറിങ്, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ഷെയറിങ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് കപ്സ് ആണ് എനിക്ക് ഫൈനലി വന്നിരിക്കുന്നത്. ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് വന്നിരിക്കുന്നത് ഫൈനലി. ഇതൊക്കെയാണ് അവരുടെ ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ്. Let's see. Few more cards. ഓക്കെ, ഇവിടെ എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഡ്രാമ, സ്കാൻഡൽ, ട്രൂത്ത് കമ്മിങ് ഔട്ട്. ഓക്കെ, ഡേറ്റിംഗ്, ന്യൂ ലവ്, ഓപ്ഷൻസ്, back on the market. Obsession, attraction, denial, hiding their true feelings, deep emotions, secretly in love, cold and detached. See, finally ബോട്ടം ഓഫ് ദ ഡെക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗൈഡൻസ്, ഫെയ്ത്ത്, ഹീലിംഗ്, ഇൻറ്റ്യൂഷൻ ആൻഡ് ഡ്രീംസ്. സോ ഇത്രയുമാണ് ഇന്ന് എനിക്ക് കിട്ടുന്ന മെസ്സേജ്. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും റീഡിങ്ങുമായിട്ട് വരുന്നത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എവറി വീക്ക് എനിക്ക് റീഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ പ്രീവിയസ് റീഡ്സൊക്കെ നിങ്ങളെടുത്ത് നോക്കുക, അതിലെല്ലാത്തിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എവറി വീക്ക് റീഡിങ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ടൈം തീരെ കിട്ടാത്തത് കാരണമാണ് ഞാൻ റീഡിങ് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു ഇൻ്റഗ്രേഷൻ പീരീഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ശരിക്കും ഇതൊരു റീബർത്താണ് എനിക്ക് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആരും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഓരോ തരത്തിൽ, ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ യൂണിവേഴ്സ് അവരെ ഇങ്ങനെ അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും അലാം ഓഫ് ചെയ്തിട്ട് ഉറങ്ങുന്ന ഒരവസ്ഥയാണ് പലരും ചെയ്യുന്നത്. പക്ഷേ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർ അലാം കേൾക്കുമ്പോഴേക്കും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റീഡ്സിലൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അത് നമ്മൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അതിന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ 24 hours ഒരു ഡേയിൽ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈച്ച് ആൻഡ് എവ്രി സിംഗിൾ മെഡിറ്റേഷൻ
ടൈമിലും ഡിവൈനായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് തോന്നില്ല, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. അതായത് ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ്. ആഗ്രഹങ്ങളിനേക്കാൾ കൂടുതൽ സെൽഫായിട്ട് സെറ്റിലാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഒന്നും ചെയ്യാൻ തോന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല എന്നുള്ളതാണ്. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊക്കെയാണ് ഞാനിപ്പോൾ ഈ റീഡിങ്ങിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് റിഫ്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി സിംഗിൾ മെഡിറ്റേഷൻ സമയത്തും എനിക്ക് ഒരുപാട് ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഇവൻറ്റ് ഞാനിപ്പോൾ പറയാം നിങ്ങളുടെ അടുത്ത്.